നദ്വിതിയല്ലയോ. നിന്റെ സ്വരജതി കേട്ടുറങ്ങിടുമല്ലോ. കൃഷ്ണ നിൻമിഴി തുറക്കില്ലയോ. തിരുമുന്നിലെറിയുന്ന ദ്വിതിയല്ലയോ. അറിയാതെ മൂളുന്ന രാഗത്തിലെന്നും നിറയുന്നൊരു മൽച്ചിരിയല്ലയോ. കൃഷ്ണ തുറക്കില്ലയോ. തിരുമുന്നിലേറിയുന്ന ദ്വിതിയല്ലയോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാനം. നേരത്തെ ഫാത്തിമ പറഞ്ഞ പോലെ ലൈഫിൽ ശരിക്കും ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണല്ലേ? അതെ, എനിക്കും എന്തായാലും അതാണ് ദൈവത്തോട് പറയാനുള്ള കാര്യം. ഇനിയും നമ്മുടെ ഈ ഒരു കുഞ്ഞു മനസ്സിന് പരീക്ഷിക്കാതെ ഇരിക്കുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണം. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വേദനകൾ, ഇത്രയും ഒറ്റപ്പെടലുകൾക്ക് സഹിച്ചിട്ടും ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എന്താ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഈശ്വരനോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് ഇനിയും ഫാത്തിമയെ വിഷമിപ്പിക്കരുത് എന്നുള്ളത്, അല്ലേ? ഇനി ലൈഫിൽ ഒരു സങ്കടം ഉണ്ടാവാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. വരൂ നിങ്ങൾ വരൂ. ഫാത്തിമ സംസാരിക്കുന്ന പോലെ അല്ല വേറൊരാളെ. എനിക്ക് ശ്രേയാ ഘോഷാലിലേക്കാണ് ഓർമ്മ. ഒരുപാട് പെൺകുട്ടികൾ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഒരു നല്ല ട്രൂ ഇൻസ്പിറേഷൻ തന്നെയാണ് ഫാത്തിമ. ഫാത്തിമയുടെ ലൈഫിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എല്ലാം ലക്ഷ്യബോധ്യമുള്ള ഒരു ജീവിതമാണിപ്പോൾ. ആൻഡ് ഈ ഒരു ഫാമിലി, ഈ ഒരു ചക്കര ഫാമിലി ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഫാത്തിമയുടെ കൂടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.